നമസ്കാരം. അമ്മേ ശരണം, ദേവി ശരണം. നമ്മൾ കഴിഞ്ഞ ദിവസം ലളിതാ സഹസ്രനാമത്തിന്റെ പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചാലക്കുടി ഉരിയത്ത് മഹാദേവ ക്ഷേത്രം, തമിഴ്നാട്ടിൽ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ തുടക്കം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവീനെ കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ ദേവിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഒക്കെ ആ ക്ലാസ് സഹായിച്ചു എന്ന് കരുതുന്നു. നമ്മളതില് ആദ്യം സംസാരിച്ചത് എങ്ങനെയാണ് ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതില് പ്രാരംഭം, ന്യാസം, ധ്യാനം എന്നിവ കഴിഞ്ഞിട്ടാണ് നമ്മൾ സഹസ്രനാമത്തിലേക്ക് തുടങ്ങുക. അപ്പൊ പ്രാരംഭം, ന്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് അമ്മ ഉണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ലളിത, അതിനെയാണ് ന്യാസം എന്ന് പറയാം. അമ്മേനെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗം, നമ്മുടെ കണ്ണില്, നമ്മുടെ മൂക്കില്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലും അമ്മയുടെ പ്രത്യേക ശക്തി, അമ്മ ഉണ്ടെന്നുള്ളൊരു സങ്കല്പം നമ്മൾ ഇതാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ വിചാരിച്ചിട്ട്, നല്ല ആഗ്രഹങ്ങളായിരിക്കണം, ഒരിക്കലും അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കട്ടെ. നല്ല നമുക്കും പ്രപഞ്ചത്തിനും പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അത് കുഴപ്പമില്ല. അങ്ങനത്തെ ആഗ്രഹങ്ങൾ, ഇപ്പൊ ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാറാൻ, അസുഖങ്ങൾ മാറാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് പാരായണം ചെയ്യാം. പിന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. അപ്പൊ ആ ആളുകളുടെ ആവശ്യങ്ങൾ എങ്ങനെയനുസരിച്ച് അതിനനുസരിച്ചാണ് അവർക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പൊ ഇപ്പൊ നമ്മള് തുടങ്ങാൻ പോണത് ലളിതാ സഹസ്രനാമം തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിൽ നമ്മൾ തുടക്കത്തില് ഒരു മൂലമന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് തുടങ്ങാം. ഓം ഐം ഹ്രീം ശ്രീം ക്ലീം ശ്രീമാത്രേ നമഃ. ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം എല്ലാം ഉൾക്കൊള്ളുന്നു. ഐം എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്ഞാനശക്തി, അതിനെയാണ് കാണിക്കുന്നത്. ഹ്രീം എന്ന് പറയുമ്പോൾ ദേവിയുടെ ഹൃദയഭാഗം, ദേവിയുടെ ഹൃദയം, ദേവിയുടെ ഹൃദയത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹ്രീം. ശ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും, സമ്പൽ സമൃദ്ധി ഐശ്വര്യം. ക്ലീം എന്ന് പറയുമ്പോൾ മഹാദേവനും ദേവിയും ശിവശക്തി ഐക്യരൂപത്തിലാണ് ക്ലീം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ശ്രീമാത്രേ നമഃ, അങ്ങനെയുള്ള ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങേണ്ടത്. ഇനി ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. ഇതാണ് ഒന്നാമത്തെ വരി വരുന്നത്, ഒന്നാമത്തെ ശ്ലോകം വരുന്നത്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി. ശ്രീമാതാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അമ്മ തന്നെ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അമ്മ ശ്രീമാതാ. ഈ ഈ പ്രപഞ്ചം മുഴുവൻ ആരാണ്, ആരിലാണുള്ളത്? അതാണ് ശ്രീമാത. ജഗജ്ജനനി എന്ന് പറയില്ലേ, അതാണ് ശ്രീമാത. ശ്രീ മഹാരാജ്ഞി, ഈ ജഗത്തിന്റെ മുഴുവൻ രാജ്ഞി ആരാണ്? ദേവിയാണ്, അല്ലെ? ശ്രീ മഹാരാജ്ഞിയാണ് ദേവി. ശ്രീമൽ സിംഹാസനേശ്വരി, ആ സിംഹാസനത്തിലിരിക്കുന്നത് ആരാണ്? ശ്രീയുടെ സിംഹാസനത്തിൽ, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സിംഹാസനത്തിലിരിക്കുന്നത് ദേവിയാണ്. ചിദഗ്നികുണ്ഡ സംഭൂത. ചിദഗ്നികുണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിത്തം ആകുന്ന അഗ്നിയില്, ചിത്താഗ്നിയിലുള്ളത് ആരാണ്? ദേവിയാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ആ ശക്തിയായിട്ട് നിലനിൽക്കുന്നത് അമ്മയാണ്. ചിദഗ്നികുണ്ഡ, നമ്മുടെ ചിത്തത്തിലെ അഗ്നിയില് അമ്മ നിലനിൽക്കുന്നുണ്ട്. അതിനെ ബ്രഹ്മാഗ്നിന്നോ അങ്ങനെയൊക്കെ പറയാം. നമ്മളുടെ ഉള്ളിലൊക്കെയുള്ള ആ ബ്രഹ്മശക്തി, ചിദഗ്നി ഗുണ്ട സംഭൂത, നമ്മുടെ ചിത്തത്തിലുള്ള അഗ്നിയില് നിലനിൽക്കുന്ന അമ്മേ. ദേവകാര്യ സമുദ്യത, ദേവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
ഉണ്ടായ അമ്മേ അല്ലെങ്കിൽ നിലനിൽക്കുന്ന അമ്മേ എന്നാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം വരുന്നത്. അപ്പൊ അത് ചെല്ലാനായിട്ട് നോക്കാലോ. മനസ്സിലായില്ലേ? ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യധാ. അടുത്ത വരിയിലേക്ക് നമുക്ക് പോവാം. അടുത്ത വരി എന്ന് പറയുന്നത് ഉദ്യദ്ഭാനു സഹസ്രാഭാം ചതുർബാഹു സമന്വിതാം രാഗസ്വരൂപ പാഷാഢ്യാം ക്രോധാകാരാങ്കുശോജ്വലാം. അതിന്റെ രണ്ടാമത്തെ വരി എന്നത് ഉദ്യദ്ഭാനു സഹസ്രാഭ, ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ തേജസ്സോടുകൂടിയ അമ്മ. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത, 4 തൃക്കരങ്ങളോടുകൂടിയ അമ്മ. ചതുർബാഹു എന്ന് പറയുന്ന 4 കരങ്ങളോടുകൂടിയ അമ്മ. രാഗസ്വരൂപ പാഷാഢ്യ, രാഗങ്ങളുടെ സ്വരൂപം. അതായത് നമുക്ക് രാഗം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. സ്നേഹസ്വരൂപം നമ്മൾ സ്നേഹത്തിൽ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് ആരാണ്? ദേവിയാണ്, അല്ലെ? അപ്പൊ രാഗസ്വരൂപം എന്ന് പറയുന്നത്, രാഗം എന്ന് പറയുന്നത് പാട്ടിലെ രാഗം മാത്രല്ല, രാഗം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. രാഗസ്വരൂപമാകുന്ന പാശം കൊണ്ട് നമ്മളിലേക്ക് അടുപ്പിക്കുന്നത്. രാഗസ്വരൂപ പാഷാഢ്യ, പാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്. സ്നേഹമാകുന്ന കയർ കൊണ്ട് നമ്മളിലേക്ക് അടുപ്പിക്കുന്ന അമ്മ. രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാര അങ്കുശോജ്വല, അതായത് അധർമ്മത്തിനെയും അജ്ഞാനത്തെയും നിയന്ത്രിക്കുന്ന അങ്കുശം കയ്യിൽ ധരിച്ചവള് എന്നാണ് അർത്ഥം. ക്രോധാകാര അങ്കുശോജ്വല, അധർമ്മത്തെയും അജ്ഞാനത്തിന്റെയും അങ്കുശം കയ്യിൽ ധരിച്ചവള്. ക്രോധാകാര അങ്കുശോജ്വല. അതിന് രണ്ടാമത്തെ ശ്ലോകം വന്നത്. ഈ രണ്ട് ശ്ലോകങ്ങളും നന്നായി മനസ്സിലായിണ്ടാവുമെന്ന് കരുതുന്നു. ഒന്നും കൂടി നമുക്ക് ചെല്ലാം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യതാം ഉദ്യദ്ഭാനു സഹസ്രാഭാം ചതുർബാഹു സമന്വിതാം രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വലാം.